ബഹുമാനപ്പെട്ട ശ്രീ KM സച്ചിൻ ദേവ് അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം MP-യുമായ ശ്രീ K. സുധാകരൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് കൂടോത്രവുമായി ബന്ധപ്പെട്ട ചില സാമഗ്രികൾ കണ്ടെത്തി എന്നുള്ള വാർത്ത വായിക്കാനിടയായത്. സ്വാഭാവികമായും ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരൊന്നും അതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ വിശകലനം ചെയ്യാനോ പഠിക്കാനോ സന്നദ്ധമാവില്ല. എന്നാൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ വാഹനം കാസർഗോഡ് എവിടെയോ വെച്ച് അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയും വായിക്കാനിടയായി. ഞങ്ങളൊക്കെ ഭൗതികവാദികളും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പഠിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു കാരണവശാലും ഞങ്ങൾ ചേർത്ത് വായിക്കില്ല. പക്ഷേ ഇനി അങ്ങനെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ് ഈ സമീപ ദിവസങ്ങളിലെ 2 വാർത്തകളിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. സാർ, ഇവിടെ ബഹുമാന്യനായ വിഷ്ണുനാഥിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. സാർ, 1957 അധികാരത്തിൽ വന്ന മഹാനായ EMS ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട പദ്ധതിയിലൊന്നായിരുന്നു ഇവിടെ ഭൂമിയില്ലാത്ത സാധാരണ ജനവിഭാഗങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുക എന്നുള്ളത്. ആദ്യമായി ഭൂമിയില്ലാത്തവന് ഭൂമി നൽകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ മുന്നിലെ ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരം നടത്തിയവരുടെ കൂട്ടത്തിലുള്ളവരാണ് ഇന്ന് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഭൂമി പ്രശ്നത്തെ സംബന്ധിച്ച് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗം നടത്തുന്നത്. സാർ, ഇവിടെ ഈ കഴിഞ്ഞ വിഷ്ണുനാഥിൻ്റെ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഏറ്റവും കേരളത്തിൽ ഐതിഹാസികമായൊരു ഭൂസമരം നടന്നത് വയനാട് ജില്ലയിലെ മുത്തങ്ങയിലാണ്. ആ ഭൂസമരത്തിൻ്റെ ഭാഗമായി നിരവധി ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർ, പാവപ്പെട്ടവർ ആ സമരത്തിൻ്റെ ഭാഗമായി. ആ സമരത്തെ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് നേരിട്ടത് എന്നതിൻ്റെ അനുഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഈ കേരളത്തിൽ പാവപ്പെട്ടവൻ്റെ ഭൂപ്രശ്നത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലിയുടെ പ്രസംഗവും ഞാൻ ശ്രദ്ധിച്ചു. നേരത്തെ നമ്മുടെ ഗവൺമെൻറ്റിലെ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ K. രാധാകൃഷ്ണനെ നാടുകടത്തി എന്നാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പല അംഗങ്ങളും സൂചിപ്പിച്ചു, ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെ നാടുകടത്തി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനും അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിലാണല്ലോ പാലക്കാട് നിന്നുള്ള നിയമസഭാ അംഗം ശ്രീ ഷാഫി പറമ്പിൽ ലോകസഭയിലേക്ക് മത്സരിച്ചത്. അദ്ദേഹത്തെ നിയമസഭയിൽ നിന്നും ലോകസഭയിലേക്ക് നാടുകടത്തി എന്ന പ്രയോഗവും ഞങ്ങളാരും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജനാധിപത്യ പ്രക്രിയ അങ്ങേയറ്റം മഹത്കരമായ പ്രക്രിയയാണ്. ആ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഓരോ നിയമനിർമ്മാണ സഭകളിലേക്കും ജനാധിപത്യ വേദികളിലേക്കും ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ഏറ്റവും സവിശേഷകരവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അവകാശം ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയുമാണ്. അതർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി അതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാവ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് നാടുകടത്തി എന്നുള്ളതാണ്. സാർ, ജനാധിപത്യ വ്യവസ്ഥയോടും അതുൾക്കൊള്ളുന്ന മൂല്യങ്ങളോടുമുള്ള നിഷേധ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ നിയമസഭയിൽ പ്രതിധ്വനിച്ചിട്ടുള്ളത് എന്ന് പറയാതെ നിർവാഹമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്. തീർച്ചയായും ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം എന്നുള്ള നിലയിൽ അവരുടെ ഉന്നതിക്ക് പരമപ്രധാനമായി വേണ്ടത് മികവാർന്ന വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെ അവരെ പ്രാപ്തമാക്കി അവർക്ക് തൊഴിൽ നൽകി
അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് തീർച്ചയായും ഒരു ഗവൺമെൻറ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. അതിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക മേഖലയിലെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള വളരെ ക്രിയാത്മകമായ നിലയിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. പട്ടികജാതി മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനമുറി വളരെ ആശ്വാസകരമായൊരു പദ്ധതിയാണ്. പട്ടിക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപയോഗപ്രദമായ ഈ പദ്ധതി നേരത്തെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ആയിരുന്നു. എന്നാൽ ഈ സർക്കാർ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി പഠനമുറി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമാകുന്ന വിധത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. വിദേശ വിദ്യാഭ്യാസം ഒരു കാലത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ഘട്ടത്തിലും നേടാൻ സാധിക്കാത്ത വന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് വിദേശ വിദ്യാഭ്യാസം പ്രാപ്യമാക്കി പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നടത്തി വിദേശത്തു പോയി വിദ്യാഭ്യാസം നേടാൻ കഴിയാകുന്ന വിധത്തിൽ ഉള്ള സൗകര്യം ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതുവരെ 717 വിദ്യാർത്ഥികളാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന കോഴ്സുകൾ നേടി പഠന പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചരിത്രം തിരുത്തിക്കൊണ്ട് വിവിധ നിയമനങ്ങൾ തന്നെ നടത്തുകയാണ്. പട്ടികവർഗ മേഖലയിൽ വനം കാക്കുന്നതിന് ആ വനമേഖലയിൽ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്നു വന്നവരെ നിയോഗിക്കാൻ ഈ ഗവൺമെന്റ് സന്നദ്ധമായി. 500ഓളം വരുന്ന ഈ വനാശ്രിതരായി ജീവിച്ച് വളർന്നു വന്നവരെ ആ മേഖലയിലെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ വിന്യസിക്കാൻ സാധിച്ച അഭിമാനകരമായ ഇടപെടൽ നടത്തിയ ഗവൺമെന്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറി. ഭൂവിതരണത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 28,010 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകുന്ന ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറുകയാണ്. ഭൂമി വാങ്ങുമ്പോഴുള്ള രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ഒഴിവാക്കി ആശ്വാസകരമാകുന്ന വിധത്തിൽ അവരെ സഹായിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഷം കൊണ്ട് 11,358 പട്ടികജാതിക്കാർക്ക് 607 ഏക്കറോളം വരുന്ന ഭൂമികൾ വിതരണം ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഭവന നിർമ്മാണത്തിനായി 418 കോടി രൂപ 2020, 21, 22 കാലയളവിൽ ലൈഫ് മിഷന് കൈമാറി. ABCD പദ്ധതികൾ നേരത്തെ ഇവിടെ അംഗങ്ങൾ സൂചിപ്പിച്ചു. പട്ടികവർഗ വിഭാഗക്കാരുടെ ആധികാരികമായ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ ഈ ഗവൺമെന്റ് നടപ്പിലാക്കി വരികയാണ്. പട്ടികവർഗ മേഖലയിൽ ജനങ്ങളുടെ ജനസംഖ്യ അനുപാതത്തെക്കാൾ ഉയർന്ന നിലയിലാണ് ഈ വിഭാഗക്കാരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പണം ഈ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ഈ നിലയിലെല്ലാം ഈ മേഖലയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ UDFന്റെയോ കോൺഗ്രസിന്റെയോ അംഗങ്ങൾ സന്നദ്ധമായില്ല. തീർച്ചയായും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഈ നാടിനകത്ത് അവർക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുമുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളും നടത്തുന്ന ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ധനാഭ്യർത്ഥനയെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുകയാണ്.